KSRTC ബസ്സിൽ കഴിഞ്ഞ ദിവസം രാത്രി യാത്ര ചെയ്യാൻ കയറിയ യുവതി നേരിട്ടൊരു വിസ്മയം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതും മനോരമ തന്നെ പുറത്തേക്ക് വിട്ടിരിക്കുകയാണ്. കോട്ടയത്ത് നിന്ന് രാത്രി യാത്ര ചെയ്യാൻ ബസ്സിൽ കയറിയപ്പോൾ നേരിട്ട ആ വിസ്മയം നിങ്ങൾ കേൾക്കണം. കാര്യം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ബുദ്ധിമുട്ടുകൾ, ദുരവസ്ഥകൾ, ഗതികേട് എന്നിനൊക്കെ വിസ്മയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ആ സ്ത്രീ നേരിട്ട വിസ്മയത്തെക്കുറിച്ച് നിങ്ങളൊന്ന് കേട്ടെ. ഞാൻ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ട്രിവാൻഡ്രത്ത് ഇന്നലെ പോയിരുന്നു. അപ്പോൾ ട്രിവാൻഡ്രത്ത് തമ്പാനൂരിൽ നിന്ന് ഞാൻ ബസ്സിൽ കയറി. ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ഇറങ്ങേണ്ടത് ചങ്ങനാശ്ശേരി മധുമൂലയാണെന്നാണ് പറഞ്ഞത്. ഞാൻ മധുമൂല ആയപ്പോഴത്തേക്ക് ഏകദേശം 8:30 മണിയായിട്ടുണ്ട്. ഞാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ എന്നോട് ചോദിച്ചു എവിടെ ഇറങ്ങാനാ? ഞാൻ പറഞ്ഞു എനിക്ക് മധുമൂല സർ ഇറങ്ങണ്ടേന്ന് പറഞ്ഞു. മധുമൂല ഞങ്ങൾക്ക് സ്റ്റോപ്പില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്ന് നിർത്തി തരുമോ സർ, എനിക്കത് അറിയില്ലായിരുന്നു, കാരണം ഞാൻ ടിക്കറ്റ് എടുത്തപ്പോൾ ഇവരൊന്നും പറഞ്ഞിട്ടില്ല. അന്നേരം പറഞ്ഞു ഇല്ല നമുക്ക് ഇവിടെ നിർത്താനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്നാൽ നെക്സ്റ്റ് സ്റ്റോപ്പിൽ നിർത്താമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇനി അടുത്ത സ്റ്റോപ്പ് ചിങ്ങവനത്തെ ഉള്ളെന്ന് പറഞ്ഞു. ചിങ്ങവനം എന്ന് പറയുന്നത് മധുമൂല കഴിഞ്ഞിട്ട് ഏകദേശം 10 കിലോമീറ്ററിന് മേലെയുണ്ട്. അപ്പം ചിങ്ങവനത്താണ് ഇവർ കൊണ്ട് നിർത്തിയത്. തന്നെയല്ല, നമുക്ക് നിയമം അനുസരിച്ച് സ്ത്രീകൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ രാത്രിയിൽ എവിടെയാണെങ്കിലും നിർത്തി തരണമെന്നുള്ളതാണ്. തന്നെയല്ല എന്നെ ഇവിടെ ഇറക്കുക ചെയ്യാതിരുന്നത് മാത്രമല്ല, KSRTCയിലെ ഒരു ജീവനക്കാരൻ ഓൾറെഡി ബസ്സിലുണ്ടായിരുന്നു. ആളെ ബസ് സ്റ്റോപ്പിൽ അല്ലാതെ വേറെ സ്ഥലത്ത് അവർ ഇറക്കി കൊടുത്തു. ആൾ ആവശ്യപ്പെട്ടപ്പോഴത്തേക്ക് വേറെ സ്ഥലത്ത് സ്റ്റോപ്പ് ഇല്ലാത്തടത്ത് അവരെ ഇറക്കി കൊടുത്തു. ഞാൻ റിക്വസ്റ്റ് ചെയ്താണ്, കാരണം എൻ്റെ 2 കുഞ്ഞുങ്ങളെ മാത്രമാക്കിയിട്ടാണ് ഹസ്ബൻഡ് വന്നത് വിളിക്കാനായിട്ട്. അവർ നിർത്താതെ ചിങ്ങവനത്ത് കൊണ്ടുപോയിട്ടാണ് നിർത്തിയത്. ഇപ്പോ എല്ലാം ഇങ്ങനെയാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഒരു തീരുമാനമെടുത്തിരുന്നു. രാത്രി ഏത് സ്റ്റോപ്പിലാണോ സ്ത്രീകൾ ഇറങ്ങേണ്ടത് അത് ഇറക്കിയിട്ടേ പോകാവൂ. ഇങ്ങനെയൊക്കെ ചില ആചാരങ്ങൾ ഈ നാട്ടിൽ ഉണ്ടായിരുന്നു. അത് മോശമാണെന്ന് കരുതിക്കൊണ്ടായിരുന്നു ചിലർ വോട്ട് ചെയ്തത്. വോട്ട് ചെയ്ത് കഴിഞ്ഞ് പുതിയ ആൾക്കാർ അധികാരത്തിൽ വരുമ്പോൾ അവരുമായി ചേർന്ന് നിൽക്കുന്നവർ സർക്കാരിന്റെ ഓരോ സംവിധാനങ്ങൾ, അത് KSRTCയിലായിക്കോട്ടെ, സർക്കാർ ആശുപത്രികളിലായിക്കോട്ടെ, മറ്റ് ഏത് വകുപ്പുകളിലുമായിക്കോട്ടെ, അവർ ഈ ഭരിക്കുന്ന മനോഭാവത്തിലുള്ള ജീവനക്കാരാണല്ലോ. സ്വാഭാവികമായിട്ടും രാത്രി സ്ത്രീ എവിടെ യാത്ര ചെയ്യാൻ പോകുന്നു, അതിന്റെ ആവശ്യമില്ല, അങ്ങനെയൊന്നും നിലനിർത്തി തരേണ്ട കാര്യമില്ല. ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ നിന്ന് 10 കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ടുവന്ന് ഇറക്കിക്കൊടുത്ത് സഹായം ചെയ്തു കൊടുത്ത കാര്യത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട്? നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന മാറ്റം ഇതൊക്കെ ആയിരുന്നല്ലോ. ജീവനക്കാരെല്ലാം തന്നിഷ്ടക്കാരായിട്ടും അത് യാത്ര ചെയ്ത് പൈസ കൊടുക്കുന്നത് കൊണ്ടാണ് ശമ്പളം വാങ്ങുന്ന മനോഭാവത്തിൽ നിന്ന് ഞങ്ങൾ ചെയ്തു തരുന്ന ഔദാര്യം കൊണ്ട് വേണമെങ്കിൽ സഞ്ചരിച്ചോളണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. മാടമ്പിത്തരം അല്ലെങ്കിൽ തമ്പ്രാൻ മനോഭാവം തുടങ്ങിയവയിലേക്ക് ജീവനക്കാർ മാറുന്നു എന്ന വിസ്മയമാണ് ആ ദുരവസ്ഥയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഇതൊക്കെ വോട്ടിട്ട് ക്ഷണിച്ചു വരുത്തിയതിനു ശേഷം നേരെ ചെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇന്നലകളിൽ വീടാന്തരം കയറി സൗജന്യ യാത്ര വരെ കൊടുക്കുമെന്ന് പ്രഖ്യാപനം നടത്തിയിട്ട് സൗജന്യം പോയിട്ട് ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ അർദ്ധരാത്രി ഇറക്കി കൊടുക്കാത്ത മനോഭാവത്തിലേക്ക് KSRTC മാറുന്നു. അതിലൂടെ ഇതിലേക്ക് ആരും വരണ്ട എന്നൊരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ്. എങ്ങനെയും നശിപ്പിച്ച് വളരെ വേഗത്തിൽ പൂട്ടിക്കെട്ടണം, അതിനുവേണ്ടിയുള്ള പോക്കാണ്.